നമ്മുടെ വാമിക്കുട്ടിക്ക് കുറച്ച് ദിവസമായിട്ട് പനിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിലിരുന്നാണെങ്കിൽ ഭയങ്കര ബോറടി ആയിരുന്നു എനിക്ക്. അപ്പോൾ ഒരു സൺഡേ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഓഫായിരുന്നു. അപ്പോൾ വാമിക്കുട്ടിക്കാണെങ്കിൽ പനിയൊക്കെ ഇങ്ങനെ മാറി വരികയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചെറിയൊരു ഡ്രൈവ് പോകാമെന്ന്. അങ്ങനെ വീട്ടിലിരുന്ന് മടുപ്പ് പിടിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾ കാറ് കയറി ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ വാമിക്കുട്ടിക്കാണെങ്കിൽ ഒരു മൂഡ് ഓഫിലായിരുന്നു കേട്ടോ ആൾ. എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, അവൾക്ക് ഫ്രണ്ട് സീറ്റിൽ ഒറ്റയ്ക്ക് ഇരിക്കണം എന്നായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാശിയൊക്കെ ഉണ്ടായിരുന്നത്. എന്നോട് പറഞ്ഞു അമ്മ ബാക്ക് പോയിട്ട് ഇരിക്കാൻ. അവൾ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തിയാൽ നമ്മൾ ബെൽറ്റ് ഒന്നും ഇടാനൊന്നും അവൾ സമ്മതിക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അത്ര സേഫായിട്ട് എനിക്ക് തോന്നാത്തതുകൊണ്ട് അവളെ ഫ്രണ്ട് സീറ്റിൽ എടുത്തില്ല. പിന്നെ ഒരു വിധത്തിൽ ഞാൻ അവളെ സമാധാനിപ്പിച്ച് നിർത്തിയതാണ് കേട്ടോ വണ്ടിയിൽ പോകുമ്പോൾ. ഇവിടെ ഗുജറാത്തിൽ ഇപ്പോൾ സത്യം പറഞ്ഞ ഒരു വൃത്തികെട്ട ക്ലൈമറ്റ് ആണ് കേട്ടോ. അതായത് തണുപ്പ് ഇപ്പം മെല്ലെ ചൂടിലേക്ക് കൺവേർട്ടായി വരുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വരുവേ. അതുകൊണ്ട് തന്നെ നമ്മുടെ വാമിക്കുട്ടിക്ക് നല്ല പനിയായിരുന്നു കുറച്ച് ദിവസമായിട്ട്. ഇപ്പോഴാണ് ഒന്ന് റിക്കവറായി വന്നത്. ഇപ്പോൾ പറയുമ്പോൾ പോലും എനിക്കും നല്ല ചുമയുണ്ട് കേട്ടോ. അപ്പം ഒന്ന് ശരിയായി വരണേ ഉള്ളൂ. എന്തായാലും വീട്ടിലിരുന്ന് മടുത്തപ്പോൾ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ. ഞങ്ങൾ കഴിഞ്ഞ തവണ നാട്ടിൽ പോയ സമയത്ത് പറശ്ശിനിക്കടവ് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, കണ്ണൂരുള്ള. അപ്പോൾ വാങ്ങിയതാണ് ഈ ഒരു ഐറ്റം. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളത് കാറിലൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. വേറെ എവിടേക്കും അല്ല, ഇവിടെ അടുത്തൊരു സീ പോർട്ട് ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ പോകുന്ന വഴിക്കാണ് ഞങ്ങളൊരു മാരേജ് ടീം ഇങ്ങനെ പോകുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കല്യാണങ്ങളൊക്കെ നല്ല ഡിഫറെൻ്റ് ആണ്. കുറേ പേര് കണ്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു മുസ്ലിം വെഡ്ഡിങ് ആണെന്ന്. അപ്പോൾ ഡാൻസൊക്കെ കളിച്ച് സ്പീക്കറൊക്കെ വെച്ച് നല്ല പാട്ടും വെച്ചിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ടാണ് കേട്ടോ അവർ പോകുന്നുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ഇവിടെ കുറേ മൈഗ്രേറ്ററി ബേർഡ്സിനെ കണ്ടത് കേട്ടോ. ഈ ബേർഡ്സിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ബേർഡ്സ് ആണ് കേട്ടോ. ഫുള്ള് മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അങ്ങനെ ഞാനത് കുറേ നേരമൊക്കെ നോക്കി നിന്ന് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെയും പോവാണ് കേട്ടോ. അപ്പോൾ കുറേ വേസ്റ്റൊക്കെ അവിടെ ഡംപ് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു എന്തോ പോലെ തോന്നി കേട്ടോ. ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം വൃത്തികേടാക്കുന്ന ആൾക്കാരും ഉണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പം. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ വാമിക്കുട്ടിയാണെങ്കിൽ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് ഞാനും വേണ്ട എന്തൊക്കെയോ പാട്ടൊക്കെ പാടിയിരിക്കുകയായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ദേ സീ പോർട്ടിൽ എത്തിയിട്ടോ. നല്ല ഭംഗിയുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. എന്താ പറയുക, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവില്ലേ. അവിടെയുണ്ട് കേട്ടോ കുറേ മൈഗ്രേറ്ററി ബേർഡ്സ്. കണ്ടല്ലോ, നമ്മൾ സൺസെറ്റിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കറക്റ്റ് ടൈമിനായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തൊരു ഭംഗിയുള്ളൊരു വ്യൂ ആണെന്ന് അറിയോ. സത്യം പറഞ്ഞാൽ എനിക്കത് വാക്കുകൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ ഞാൻ ഏട്ടനോടും മാമിക്കുട്ടിനോടും അവിടെ നിന്ന് പോസ് ചെയ്യാനൊക്കെ പറഞ്ഞു. അവരെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമല്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ. പിന്നെ അവർ രണ്ടുപേരും എന്തൊക്കെയൊക്കെയോ കളികളും ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ അവർക്ക് വേണ്ടിയിട്ട്. പിന്നെ അവർക്ക് മാത്രം എടുത്താൽ പോരല്ലോ, ഞാനൊരു യൂട്യൂബറായ സ്ഥിതിക്ക് എൻ്റെ കുറച്ച് വീഡിയോസും എടുക്കണമല്ലോ. അപ്പം ഞാനും എൻ്റെ വാമിക്കുട്ടിയും കൂടെയുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കുറച്ച് റീൽസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പ്ലാനിൽ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറേ പേര് അവിടെ ഈ ഒരു സൺസെറ്റൊക്കെ കാണാൻ വേണ്ടി വന്ന് മുന്നിൽ തന്നെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ചടപ്പ് എന്താണെന്നറിയില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അധികം എടുക്കാനൊന്നും പോയില്ല. പിന്നെ വാമിക്കുട്ടീനെയും കൊണ്ട് ഒരു എന്താ പറയുക, എപ്പോഴും കാണുന്ന ഒരു ഫോട്ടോഗ്രാഫിയില്ലേ, അത് എടുക്കാൻ വിചാരിച്ചു. ഇത്രയും ഭംഗിയുള്ളൊരു സ്പോട്ട് കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ വാമിക്കുട്ടിയാണെങ്കിൽ നിന്ന് തരുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഫോട്ടോസൊന്നും എടുക്കാൻ വേണ്ടിയിട്ട്. ഏട്ടൻ എത്രയോ തവണ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ആൾ നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര ഡിമാൻഡായിരുന്നു. പിന്നെ ഞാൻ ഏട്ടന് എടുത്തു കൊടുത്തു. പിന്നെ ഞാനിതാ കുറേ എന്തൊക്കെയൊക്കെയോ ഗൂഗിളിലൊക്കെ തപ്പി പിടിച്ചിട്ട് കുറേ ഫോട്ടോഗ്രാഫി സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ആ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്തു. ഇത് ഏട്ടനെടുത്തൊരു ഫോട്ടോ ആണ് കേട്ടോ, അടിപൊളിയായിട്ടില്ലേ. അങ്ങനെ ഞങ്ങൾ ആ ഒരു ടൈം ഇങ്ങനെ അവിടെ അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ വിചാരിച്ചായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, കുറച്ച് ചായയും എന്തെങ്കിലും സ്നാക്സൊക്കെ എടുത്ത് വന്നിരുന്നെങ്കിൽ ഇവിടെ നല്ല രസമായിട്ട് ഇരുന്നിട്ട് ആ ഒരു വ്യൂ എൻജോയ് ചെയ്യാമായിരുന്നു എന്ന്. പക്ഷേ മണ്ടത്തരായിപ്പോയി. നെക്സ്റ്റ് ടൈം അങ്ങനെ ചെയ്യണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു പ്ലാന്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പിന്നെ ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പോകാനായപ്പോൾ ശരിക്കും പറഞ്ഞാൽ പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് നല്ല അടിച്ചു പൊളിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് ഫുള്ള് കഴിഞ്ഞപ്പോൾ അച്ഛനും മോളും കൂടെ കല്ലെടുത്തിട്ട് വെള്ളത്തിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏട്ടൻ എന്ത് ചെയ്യണോ അതിൻ്റെ കോപ്പിക്കാറ്റാണ് കേട്ടോ വാമിക്കുട്ടി. രണ്ടുപേരും ഒരേപോലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഏട്ടപ്പോൾ ബുക്ക് വായിക്കുകയാണെങ്കിൽ അവളും ഒരു ബുക്ക് എടുത്ത് കൊണ്ടുവരും. ഏട്ടൻ ഫോൺ നോക്കുകയാണെങ്കിൽ അവൾക്കും വേണം ഫോൺ. ഏട്ടൻ ചെയ്യണത് എന്താണോ അതേപോലെ റിപ്പീറ്റ് ചെയ്യാനാണ് കേട്ടോ ആൾക്കിഷ്ടം. പിന്നെ അവിടുത്തെ ആ ഒരു വൈബൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഞങ്ങളുടെ ഒരു ഈവനിങ് വ്ളോഗ് കേട്ടോ.